നിങ്ങൾ നോണ പറയുന്ന ചാനലാണ്, ഒരു നാണമില്ലാത്തൊരു ചാനലാ. അല്ല, മരിച്ച ഒരാളെ കുറിച്ച് എന്താണ് രാജീവേട്ട ഈ മുഖത്ത് നോക്കിയിട്ടുള്ള കാര്യം വിളിച്ചു പറഞ്ഞാൽ അവർക്കൊക്കെ വിഷമാവൂലേ? കൈരളി ടിവിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരുത്ത മുഖത്ത് നോക്കിയിട്ട് നീ കള്ളനാണ്, നീ നുണയനാണ്, നിന്നെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. കൈരളി ടിവിയുടെയും ദേശാഭിമാനിയുടെയും കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ആകെ ആ രണ്ടെണ്ണത്തിൽ സത്യസന്ധമായിട്ട് കൊടുക്കുന്നത് അന്നത്തെ ദിവസത്തെ തീയതിയും ആ ആഴ്ചയും മാത്രമായിരിക്കും. ഇവർ ചില ഊച്ചാളി ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നേതാക്കന്മാരെ ഉത്തരം മുട്ടിക്കുക, ജനാധിപത്യത്തെ സംരക്ഷിക്കുക, ഇങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ ഒരു കാരണവശാലും സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യവും ഈ രണ്ട് ചാനലിലും, ഈ പത്രത്തിലും ഈ ചാനലിലും വരില്ല എന്നത് വളരെ വലിയ വാസ്തവം. അതിൻ്റെ ഇടയിൽ നമ്മുടെ മേയർ ഊട്ടി ആര്യ രാജേന്ദ്രൻ വാണിംഗ് കൊടുത്തിരിക്കുന്നു, ഈ മുതലാളി സ്ത്രീകളുടെ കയ്യിൽ നിന്ന് അടിവാങ്ങുമെന്ന്. ഏത് മുതലാളിയാണ് ചേച്ചി ഉദ്ദേശിച്ചത്? അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് IT കമ്പനി തുടങ്ങിയ മുതലാളിയാണോ, അതോ കപ്പലണ്ടി വിട്ട് കോടികൾ ഉണ്ടാക്കിയ മുതലാളിയാണോ, അതോ ഇപ്പോൾ ബിസിനസ് തുടങ്ങി കോടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മുതലാളിയാണോ, അതോ ഇതിനു മുമ്പ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആഫ്രിക്കയിൽ വരെ കച്ചവടം ഉണ്ടായിരുന്ന മുതലാളിയാണോ? നിങ്ങളുടെ പാർട്ടിയിൽ മൊത്തം മുതലാളിമാരല്ലേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ രാജീവേട്ടന്റെ പ്രതികരണം കണ്ടല്ലോ, ഈ ഒരു പ്രതികരണം അവിടെ കണ്ടു. ഇറച്ചിക്കടയുടെ മുമ്പിൽ പട്ടി നിൽക്കുന്ന പോലെ പോയി നിൽക്കുക. മുഖത്ത് നോക്കി പട്ടികളെന്ന് വിളിച്ചിട്ട് മാപ്രകൾക്കാന്ന് ഒരു കുലുക്കമില്ല. ഇതാണ് ദേശാഭിമാനിയുടെയും കൈരളിയുടെയും കരുത്ത്. കാര്യം അവരുടെ നേതാക്കൾ അവരെ എടാ പട്ടി എന്ന് വിളിച്ചാൽ പോലെ എന്തോ എന്ന് പറഞ്ഞ് വിളിയേട്ട് വരും. പക്ഷേ രാജീവേട്ടനെ പോലൊരു നേതാവിനെ സത്യം പറഞ്ഞ കൈരളിയുടെ റിപ്പോർട്ടർ പ്രതീക്ഷിച്ചൊന്നുമില്ല. മുഖത്ത് നോക്കി പറയാനുള്ള പറഞ്ഞു. ചിലപ്പോൾ ഒരു കള്ളന്റെ മുഖത്ത് നോക്കി കള്ളാന്ന് വിളിച്ചാൽ ചിലപ്പോൾ കള്ളനൊരു സങ്കടം തോന്നും. അതും പബ്ലിക്കായിട്ട് പൊതുവേദിയിൽ. അത് മാത്രമല്ല ഈ മറ്റ് ചാനലിലെല്ലാം റിപ്പോർട്ട് ചെയ്ത് ലോകം മുഴുവൻ കാണുകയും ചെയ്യും. അപ്പോൾ കള്ളന് ചെറിയൊരു വിഷമം ഉണ്ടാവൂലേ?